ട്രംപിന് നമ്മളോടുള്ള കലിപ്പിൻ്റെ ഒരു കാരണം എനിക്ക് കിട്ടി. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ വിൽക്കാൻ ശ്രമിക്കുന്ന ഈ പ്രതിരോധ ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എന്ത് സാധനം പുറത്തെടുത്ത് കൊടുക്കാൻ ശ്രമിച്ചാലും നമ്മൾ പറയും അത് ഞങ്ങൾ ചീറ്റിച്ച് കളഞ്ഞ സംഭവമാണ്, അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. ഏറ്റവും ഒടുവിൽ ഈ പാകിസ്ഥാനിലെ ഫെയിൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീറും വാലെ തൂങ്ങിയായിട്ടുള്ള ഷെഹബാസ് ഷെരീഫും അവിടെ പോയി ട്രംപിനെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു സമ്മാനമൊക്കെ തരുന്നുണ്ട്. അപ്പോൾ വലിയ സന്തോഷമായി രണ്ടുപേർക്കും. ഞങ്ങൾക്ക് വലിയ സമ്മാനമൊക്കെ, ഞങ്ങൾ കുറേ ധാതുക്കളൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും അവിടെ സമ്മാനം കിട്ടിയത് F-16 ആണ്. ഈ F-16 അവിടെ എത്തി എന്നറിഞ്ഞപ്പോൾ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയുടെ വന്നു. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇത് ഞങ്ങൾ അടിച്ചിട്ടതാന്ന് പറഞ്ഞു. ട്രംപിന് ഇത് കേട്ടതോടുകൂടി കലി മൂത്തു എന്നാണ് വൈറ്റ് ഹൗസിൽ നിന്നുള്ള വിവരം. ഇത് സത്യമാണോ? ഈ ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ കാരണം തന്നെ അമേരിക്കൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടതാണെന്നാണ് ഇന്നലത്തെ വ്യോമസേന മേധാവിയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ പറയുന്ന സിന്ദൂർ ഓപ്പറേഷന് നമ്മൾ തുടക്കത്തിലല്ലേ അത് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നടത്തുമെന്ന് പറയുന്ന സമയത്തൊന്നും അമേരിക്കയ്ക്ക് യാതൊരു രീതിയിലുള്ള നീരസവും ഇന്ത്യയുമായിട്ട് ഉണ്ടായിരുന്നില്ല. അത് വേണം, അത് ഭീകരവാദികളെ അമർച്ച ചെയ്യണം, അതങ്ങനെ തന്നെ വേണം, ഞങ്ങളതിൻ്റെ കൂടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആയിരുന്നില്ല ന്യായം പിടിച്ചുകൊണ്ട്. അപ്പോൾ നമ്മളിതുവരെ ഈ സിന്ധുവിന് ശേഷമുള്ള വിജയം അത് നമ്മൾ പലവട്ടം പല രീതിയിൽ അന്ന് ഓരോ സമയങ്ങളിലും നമ്മൾ പാകിസ്ഥാനകത്ത് നടത്തിയ നല്ല പ്രത്യാക്രമണങ്ങളുടെ ഒരു വിശദമായ വിവരണം നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, അത് വ്യോമസേന മേധാവി, കരസേന മേധാവി, നാവികസേന മേധാവി, ഇവരുടെ കൂട്ടമായിട്ടുള്ളൊരു പത്രസമ്മേളനം, അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പത്രസമ്മേളനം, പല ഘട്ടത്തിൽ വർത്തമാനം പറയേണ്ടിടത്തൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവർ ജയശങ്കറിൻ്റെ രൂപത്തിലായാലും പീയൂഷ് ഗോയലിൻ്റെ രൂപത്തിലായാലും പ്രതിരോധ മന്ത്രിയുടെ രൂപത്തിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്നാഥ് സിംഗിൻ്റെ ഒക്കെ രൂപത്തിലായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്നേരം ഒന്നും ഇത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നുള്ള കാര്യം പറഞ്ഞില്ല. അല്ലെങ്കിൽ വ്യോമ താവളങ്ങൾ, അല്ലെങ്കിൽ ഈ ഭീകരവാദ കേന്ദ്രങ്ങൾ, പിന്നെ ഈ ഇതുപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിടത്ത് വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വ്യക്തത വരുത്തി പറയേണ്ട കാര്യമില്ല. ലോകത്ത് ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ സാറ്റലൈറ്റ് സംവിധാനവും അല്ലെങ്കിൽ സാറ്റലൈറ്റ് വിഷ്വൽസും കിട്ടുന്നുണ്ട്. അതൊക്കെ അവർക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. പിന്നെ നമ്മളെ മോശമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം UN പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ അവിടെ 7 വിമാനം അടിച്ചു തീർത്തു, അതൊക്കെ നമുക്ക് സ്വപ്നം കണ്ടുകൂടെ, അല്ലെങ്കിൽ മറ്റത് ചെയ്തു മറിച്ചത് ചെയ്തു എന്നൊക്കെ രീതി മുനീർ പറയുന്നതും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പല പത്രങ്ങളും എന്ന് പറഞ്ഞിരുന്നു. പത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വ്യക്തത വരുത്തി തെളിവുകൾ കൊടുത്ത് തിരിച്ചു പറഞ്ഞപ്പോൾ ഈ പത്രങ്ങൾക്കും അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, അമേരിക്കയ്ക്ക് ഇതിനകത്ത് പാകിസ്ഥാനകത്ത് വലിയൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു, അത് രഹസ്യമായിരുന്നു, വളരെ ദീർഘമായിട്ടുണ്ടായിരുന്നു. എന്നും അമേരിക്ക ഈ പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് മറച്ചു പിടിച്ചിരുന്നു. ഒരുപക്ഷെ നമ്മൾക്കറിയാമായിരിക്കും അമേരിക്ക ഇതൊക്കെ പാകിസ്ഥാനകത്ത് ചെയ്യുന്നുണ്ട്. അമേരിക്ക ഇപ്പോൾ നൂർഖാൻ പോലെയുള്ള വ്യോമത്താവളങ്ങളുടെ നിയന്ത്രണം മൊത്തവും അവർക്കാണ്, അല്ലെങ്കിൽ പല കമാൻഡ് ഏരിയയിലും നിയന്ത്രണം ഈ പാകിസ്ഥാനകത്ത് അമേരിക്ക നടത്തുന്നുണ്ട്, ഒക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ ആക്രമിക്കുന്നതിന് മുമ്പേ തന്നെ ഇവർ ആദ്യമേ തൊട്ടേ പറഞ്ഞിരുന്നത്, തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നത് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. നമ്മളത് കരുതി തന്നെ ആയിരിക്കും. കാരണം ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ലോകം വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് കണ്ടുകൊണ്ട് എന്ത് സംഭവിക്കും, ആണവരാജ്യം പ്രയോഗിക്കുമെന്ന് കണ്ട് ഈ പറയുന്ന പോലെ നമ്മളുടെ ടാർഗറ്റുകൾ ഫിനിഷ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ പിന്നെ അവൻ ആണവായുധം പ്രയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവനെ കൈകാര്യം ചെയ്യണ്ടേ. അവനെ അടി എന്ന് പറഞ്ഞാൽ ചുരുണ്ടുപോകുന്ന അടി അടിച്ചേ. അപ്പോൾ ചുരുണ്ടുപോകുന്ന അടി അടിച്ചു കഴിഞ്ഞപ്പം പിന്നെ അവൻ ആകെപ്പാടെ ഇത് നോക്കിയിരിക്കുക, ഇന്ത്യയുടെ പുറത്തോട്ട് എന്തെങ്കിലും ഇടാൻ ആ രീതിയിലുള്ള വൈരാഗ്യമുള്ള. അപ്പോൾ നമ്മൾ നൂർഖാനിൽ കയറി അടിച്ചു, കരിക്കൻ ഹിൽസിൽ കയറി അടിച്ചു, ആണവായുധം എടുക്കാൻ കരാന ഹിൽസിൽ കയറി അടിച്ചു, ആണവായുധം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അന്നേരം അമേരിക്ക അവിടെ ചാടി ഇറങ്ങി. കാരണം ഇതിനകത്ത് മർമ്മത്തടിച്ചപ്പോൾ കൊണ്ടത് വിടാം അമേരിക്കയ്ക്ക്. അപ്പോൾ അന്ന് അതുകൊണ്ട് അമേരിക്ക ഇടപെട്ടു. അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രത്യേക വിമാനം കിരാന ഹിൽസിൽ ഇറങ്ങി അതിൻ്റെ ചോർച്ച ഉണ്ടായിരുന്നെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഔദ്യോഗികമല്ലെങ്കിലും അല്ലെങ്കിൽ അത് ശരിയാണെന്നുള്ള രീതിയിൽ ഈജിപ്തിൽ നിന്ന് അതിന് വേണ്ട ചോർച്ച അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകതരം മണ്ണും കാര്യങ്ങളുമായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ ഇപ്പം ഈ പറയുന്ന നൂർഖാൻ എയർബേസ് 15 കൊല്ലം കൊണ്ട് അമേരിക്ക വിചാരിച്ചാൽ പോലും പുനർസൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ പട്ടാളക്കാർ അമേരിക്കയുടെ മരിച്ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ അവർ വെളിയിൽ പറയാതെ അവർക്കിടെ അമർഷം, അവർക്ക് കിട്ടിയ അടി, അതായത് അടിച്ചത് പാകിസ്ഥാനാണെങ്കിൽ പോലും കൊണ്ടത് അമേരിക്കയ്ക്കാണ്. ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മര്യാദയായിരുന്നു. നമ്മളൊന്നും പറഞ്ഞില്ല. ആരുടെ വിമാനങ്ങൾ വീണ്ടെന്ന് പറഞ്ഞില്ല. ചൈനയുടെ വിമാനങ്ങളുണ്ടായിരുന്നു. ചൈനയുടെ ഇപ്പം ഇന്നലത്തെ വ്യോമസേന മേധാവി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ J-16 അല്ലേ, F-16 ആണ് അമേരിക്കയുടെ യുദ്ധവിമാനം. ഒരു വലിയ വലുപ്പത്തിൽ ലോകത്ത് മൊത്തം വിട്ടിട്ടുള്ള ഒരു വിമാനമാണ്. ഇത് നമ്മൾ നേരത്തെ അടിച്ചിട്ടുണ്ട്. പണ്ട് ഈ വിമാനം തന്നെ നമ്മളിത് പറഞ്ഞിട്ടില്ല. ഈ വിമാനമാണ് നമ്മുടെ ഈ
സർജിക്കൽ സ്ട്രൈക്ക് സമയത്തിൽ നമ്മുടെ അഭിനന്ദ് വർത്തമ അല്ലെങ്കിൽ അദ്ദേഹം അടിച്ചു കളഞ്ഞ വിമാനം ഇതാ. അന്ന് നമ്മളത് വെളിയിൽ പറഞ്ഞിട്ടില്ല. അത് നേരത്തെ അതിനുശേഷം വേറൊരു സമയത്തും ഈ വിമാനം അടിച്ചുകൊണ്ട് ലോകത്ത് പലയിടത്തും ഈ വിമാനം അടിമേടിച്ചുകൊണ്ടിരിക്കുക. ഈ വിമാനം അടിമേടിക്കുന്നത് എത്ര മറച്ചു പിടിച്ചാലും അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിമാനത്തിൻ്റെ സീറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക കമ്പനിയാണ്, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ സീറ്റ് ഉണ്ടാക്കുന്ന കമ്പനി ഫിറ്റ് ചെയ്യുന്നത് ലോകത്തെവിടെയായാലും ആ സീറ്റ് ഉണ്ടാക്കുന്ന ഓരോ മോണോപ്പൊളി. അപ്പം ഇത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് വിമാനത്തിന് ഏതെങ്കിലും ഇപ്പോൾ പറഞ്ഞ മിസൈലൊക്കെ വന്ന് ഈ സീറ്റ് തന്നെ ഉയർന്ന് തെറിച്ചു പോയി പാരച്യൂട്ടിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനത്തെ ഒരു സിസ്റ്റം കണ്ട ആ സിസ്റ്റം. പക്ഷേ ഈ സീറ്റ് വിമാനം തെറിക്കുന്ന സമയത്ത് ഇതുണ്ടാക്കിയ കമ്പനിക്ക് അത് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായത്. അപ്പം ഏതൊക്കെ വിമാനം എവിടെയൊക്കെ യുദ്ധത്തിൽ തകർന്നെന്ന് എത്ര മറച്ചു പിടിച്ചാലും ആ കമ്പനിക്ക് അതിൻ്റെ ലിസ്റ്റ് കിട്ടും. അപ്പോൾ ഈ J-16 തകർന്നവരും F-16 തകർന്നവരും അറിയാം. പിന്നെ അതുപോലെ JF-17 അത് ചൈനക്കാരൻ്റെ ഈ 2 വിമാനങ്ങളാണ് അടിച്ചത്. പിന്നെ ഒരു കാർഗോ വിമാനം അടിച്ചിട്ടുണ്ട്, അത് C-30 അല്ലേ, C-30. പിന്നെ ഒരു നിരീക്ഷണ വിമാനം അടിച്ചിട്ടുണ്ട്. അങ്ങനെ 12 വിമാനങ്ങൾ അടിച്ച കാര്യം ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ഇപ്പം നമ്മൾ പറയാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഈ യുദ്ധത്തിനകത്ത് ഏറ്റവും ലോകം ആഘോഷിച്ച വിഷയം എന്ന് പറഞ്ഞാൽ ചൈനക്കാരൻ്റെ വിമാനവും തുർക്കിയുടെ ഡ്രോണുമാണ്. ഇത് വെളിയിൽ വന്നു. അവരുടെ ചൈനക്കാരൻ്റെ പണ്ടാർ ഇതുവരെ കയറിയിട്ടില്ല. അവരുടെ ഈ ഷെയർ യുദ്ധ കമ്പനികൾ അല്ലെങ്കിൽ പ്രതിരോധ തുർക്കിൻ്റെ ഇല്ല. അപ്പോൾ അവർ ഇതോടുകൂടി അവരുടെ ആയുധ കച്ചവടത്തിനകത്ത് വലിയ കുഴപ്പം പറ്റി. നമ്മൾ ഈ പറയുന്ന പോലെ അമേരിക്കയുടെ ഈ വിമാനങ്ങൾ 5 അടിച്ചിട്ട് ഇവരും പറഞ്ഞില്ല. അത് നമ്മുടെ മര്യാദയാണ്. നമ്മളുമായിട്ട് നല്ല സ്നേഹത്തിലിരിക്കുന്ന രാജ്യമാണ്, മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ വിമാനം പലരുമായിട്ടും കരാർ ഉണ്ടാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ വിമാനം പലയിടത്തും ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ അത് വീണ്ടും വിറ്റോട്ടെ എന്ന് വെച്ച് നമ്മൾ പറഞ്ഞില്ല. ഇപ്പം നമ്മുടെ പിന്നെ ചൊറിഞ്ഞ് ഒരു നിവൃത്തിയില്ലാതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടാ ഇതൊക്കെ പറ്റിയെന്നുള്ള കാര്യം നാട്ടുകാരുടെ ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ ഒരു വ്യോമസേനയുടെ മേധാവി, ലോകത്തെ 5ാമത്തെ വ്യോമസേനയാണ് ഇന്ത്യയുടെ, അവർ പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കത്തൊന്നുമില്ല. അതൊരു റെക്കോർഡും കൂടെ ആവും. അപ്പം അതാണ്, അതായത് അമേരിക്കയുടെ വിമാനങ്ങൾ ഇപ്പോൾ സൗജന്യമായിട്ട് കൊടുത്തിട്ട് ഇത് വിൽക്കാതിരിക്കുന്നുണ്ട്. ഈ വിമാനത്തിന് പഴയതുപോലെ ഡിമാൻഡില്ല. ആൾക്കാർ മേടിക്കുന്ന ആൾക്കാർ ഇപ്പോൾ മേടിക്കാറില്ല. കാരണം നമ്മുടെ ചില വിമാനങ്ങൾക്ക് ത്രട്ട് പെട്ടു എന്ന് പറയത്തില്ല, വലിയ വലുപ്പത്തിൽ കൊടുക്കുന്നു, നല്ല വലുതാണെന്ന് പറയുന്നു, പക്ഷേ അവിടെ ഇവിടെ എങ്ങനെ അടി മേടിക്കുക. അപ്പോൾ ഈ വിമാനം ഒത്തിരി തകർന്നിട്ടുണ്ട്. അപ്പം ഇതിപ്പം അവിടെ കുറേ എനിക്കൊന്ന് പെൻഡിങ് ആയിട്ടിരിക്കുക. ഇപ്പോൾ പെൻഡിങ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കുറേ എണ്ണം നേരത്തെ ഇതുപോലെ കൊടുത്താൽ അത് അന്നും ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. ഇതിൻ്റെ മെയിൻ്റനൻസും ഫ്രീ ആയിട്ടായിരുന്നു. എന്തിനാണെന്നറിയോ? അവിടുത്തെ ഭീകരവാദത്തെ ഒതുക്കുന്നതിന് വേണ്ടി അമേരിക്ക പണ്ട് ഈ പറയുന്ന പോലെ F-16 വിമാനങ്ങൾ കൊടുത്തു. ആ F-16 വിമാനങ്ങളാണ് ഇപ്പം നമ്മുടെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അതിർത്തിയിലുള്ളിടത്തുനിന്നൊക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നു. അതാ പിന്നെ ഇപ്പോൾ എടുത്തുകൊണ്ട് വെച്ച് പ്രയോഗിച്ചപ്പോൾ അടി വീണത്. ഇപ്പോൾ വീണ്ടും ഇത് കൊടുത്തിരിക്കുക, അവിടെ പെൻഡിങ് ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ കുറേ ആവശ്യമുണ്ടെങ്കിൽ വ്യോമസേനയിലൊക്കെ പാകിസ്ഥാൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നാളെ ആക്രമിക്കുന്നതിന് വേണ്ടി. അപ്പം ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു. ജോർദാൻ വഴിയൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ബാക്കി കൂടുതൽ വിമാനങ്ങൾ ഇപ്പോൾ വരും. അപ്പം ഇത് ഇപ്പം ഈ അടിച്ചിട്ട വിമാനങ്ങൾ, അത് 5 വിമാനം നമ്മൾ കഴിഞ്ഞ ദിവസം വ്യക്തത വരുത്തി പറഞ്ഞു. അല്ലെങ്കിൽ അവിടുത്തെ കമാൻഡുകൾ, അല്ലെങ്കിൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത കാര്യം പറഞ്ഞു, വ്യോമപാതകൾ തകർത്ത കാര്യം പറഞ്ഞു, സൈനിക കേന്ദ്രങ്ങൾ തകർത്ത കാര്യം പറഞ്ഞു. എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ ഇതും വ്യക്തത വരുത്തി പറഞ്ഞു. അമേരിക്ക ഇതിയുടെ വിമാനങ്ങൾ അല്ലെങ്കിൽ ഇത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതൊരു ക്ഷീണമാണ്. ഈ ക്ഷീണം ഉള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ വ്യാപാര കരാറായാലും അതിന് ശേഷം ഈ പറയുന്ന പോലെ പല കാര്യത്തിനകത്തും നമ്മളെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക പോയിരുന്നു. അതായത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു. സിന്ദൂരിൽ അമേരിക്കയ്ക്ക്, ചൈനയ്ക്കും പറഞ്ഞതുപോലെ തുർക്കിക്കും ഒക്കെ പറ്റിയതുപോലുള്ള ക്ഷീണം ഈ പറയുന്നത് പോലെ അമേരിക്കയ്ക്കും പറ്റിയിട്ടുണ്ട്. മാത്രവുമല്ല ഫ്രാൻസിൻ്റെയും, നമ്മുടെ തേജസ് അല്ല, ഫ്രാൻസിൻ്റെ വിമാനവും ഈ റഷ്യയുടെ വിമാനവും ആണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ആർക്കാ അതും അതിനെക്കാട്ടും ഇല്ല. നമ്മളൊന്ന് ഉപയോഗിച്ച വിമാനങ്ങൾ ഇത് രണ്ടും ബ്രഹ്മോസ്, റഫേലും മറ്റേ സുഖോയ് അല്ലേ ഏതോ എന്തായാലും ഈ 2 ഫ്രാൻസിൻ്റെയും റഷ്യയുടെ അവരുടെ കയ്യിലാണ് നമ്മുടെ സാധനം കൂടുതൽ ഇരിക്കുന്നത്. റഷ്യയുടെ കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ കൂടുതൽ യുദ്ധം ഇസ്രായേലിൻ്റെ നിന്ന് മേടിക്കണം അവരുടെ. അപ്പോൾ അവരെ അടിച്ചതാൽ അപ്പോൾ ഈ റഷ്യയുടെ വിമാനം വെച്ചിട്ട് മറ്റേ ഈ വിമാനത്തിന് അടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ്. അത് കൊള്ളത്തില്ല. ഇതിൻ്റെ ടെക്നോളജിയുടെ മുമ്പിലും ഇതിൻ്റെ സാങ്കേതിക വിദ്യയുടെ മുമ്പിലും ഒക്കെ അവരുടെ സാങ്കേതിക വിദ്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണല്ലോ. അതൊരു വലിയ ക്ഷീണം തന്നെയാണ്. അത് ഒക്കെ ആയിരിക്കാം ഈ പറയുന്ന വ്യാപാരക്കാരുടെ രൂപത്തിലും മറ്റ് പല രൂപത്തിലുമൊക്കെ നമ്മളുടെ മുമ്പിൽ വരുന്നത് അടിമേടിച്ചതിൻ്റെ ഒരു വേദനയായിരിക്കും. ഈ പ്രതിരോധ രംഗത്തെ നഷ്ടം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മളിത് തുറന്നു പറയുമ്പോൾ സാറിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിരോധ വിപണി അത് ചൈനയുടെ താഴെ പോയിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നാമത് ഷട്ട് ഡൗണിലേക്ക് പോയിരിക്കുന്ന ഒരു രാജ്യം, അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു വാർത്ത കൂടി വരുമ്പോൾ അവരുടെ ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള വിൽപ്പന കൂടി
പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ആ ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള വിപണികളിലും വലിയ ഇടിവ് വരും. അപ്പോൾ പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, അതായത് അമേരിക്കയുടെ പതനം അമേരിക്ക തന്നെ എഴുതി തയ്യാറാക്കി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു അല്ലേ? അല്ല, പൂർണ്ണമായിട്ട് അതിപ്പോൾ ഈ ഇന്ത്യ അടിയെന്നൊക്കെ പറഞ്ഞാൽ മർമ്മത്തെ അടിക്കുന്നത്. ഇന്നാൾക്ക് ഇതുപോലൊരു കാര്യം നമ്മൾ വെളിപ്പെടുത്തി എന്തിനാണെന്നറിയാം, വേണേ രണ്ടാമത് വീണ്ടും അടിക്കാമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ അവിടെ പ്രകോപനം ഉണ്ടായല്ലോ പാകിസ്ഥാനിൽ, അത് കാണിക്കും അന്നേരം പറഞ്ഞ് ഇന്ന രീതിയിലൊക്കെ അടിച്ചില്ലേ എന്നുവെച്ചാൽ അപ്പോൾ അമേരിക്കയ്ക്ക് കൂടെ ഉള്ളൊരു ഇൻഡയറക്റ്റ്. ഇപ്പോൾ ഇത് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു മർമ്മ അമേരിക്കയിലെ വിഷയങ്ങൾ മൂർച്ഛിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് തന്നെ ദേശീയ വാർത്തയാക്കുക. അമേരിക്കയുടെ സാധനം നല്ല പ്രതിരോധ സംവിധാനം എല്ലാം തകർച്ചയിലാണ്, അമേരിക്ക മോശമാണ്, നമുക്കിട്ടടിക്കുന്നതിന് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത കാര്യം തന്നെ. എനിക്ക് യാതൊരു തർക്കവുമില്ല. അത് ഈ ചില പ്രസ്താവനകൾ അനവസരത്തിലൊന്നും അല്ല, അവസരത്തിൽ തന്നെയാണ്. ആവശ്യമുള്ള സമയത്ത് അയാളുടെ കൂട്ടി രാവിലെ വീട്ടും വർത്തമാനം പറയുന്നില്ല, നമ്മൾ ആവശ്യമുള്ളപ്പം വർത്തമാനം പറയുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഏത് വിമാനമൊക്കെയാണ് വീണതെന്ന്, ആവശ്യമുള്ള രാജ്യങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് അതൊരു വ്യക്തത വരുത്തി കൃത്യത വരുത്തി ഔദ്യോഗികമായിട്ട് അങ്ങ് പറഞ്ഞു. അതിൻ്റെ പറയേണ്ട ഒരു അവസരം വന്നു. ഇതുവരെ പറയാൻ ചെന്നാൽ മര്യാദയുടെ ഭാഗം, ഇനി ഇതുപോലെ ഓരോന്നോരോന്ന് പറയും. അതാണ് ഇതിൻ്റെ സൂചന, അത്രേ ഉള്ളൂ. ഈ പാകിസ്ഥാൻ്റെ കാര്യം പറയുമ്പോഴേ ഇപ്പം നമ്മുടെ ശത്രു രാജ്യമാണ്. നമ്മൾ ഇതുവരെയും പറഞ്ഞത് അയൽ രാജ്യം എന്നായിരുന്നു, ശത്രുത മനോഭാവം പുലർത്തുന്ന അയൽ രാജ്യം എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പോൾ പറയുന്നുണ്ട് തെമ്മാടി രാഷ്ട്രമാണ്, ശത്രു രാജ്യമാണ് എന്നുള്ളത്. ശത്രു രാജ്യമായിക്കോട്ടെ, എന്നാലും ഇവർക്കൊരു 50 പൈസയുടെ ബുദ്ധി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകേണ്ടതല്ലേ? കാരണം ഇവരുടെയൊക്കെ, അതായത് അമേരിക്കയുടെ ആയിക്കോട്ടെ ചൈനയുടേതായിക്കോട്ടെ, യുദ്ധവിമാനങ്ങൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഇത് പ്രവർത്തനക്ഷമമല്ല അല്ലെങ്കിൽ അടിച്ചിടപ്പെടുന്നതാണെന്ന് ഒരു തവണ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോവുക എന്ന് പറയുന്നത് ആ രാജ്യത്തെ, നമ്മൾ സ്ഥിരം പറയുന്നതാണ്, ആ രാജ്യത്തെ വിൽപ്പനയ്ക്ക് വെക്കുന്നത് പോലെ തന്നെയാണ്. അതല്ലെങ്കിൽ ഇവരുടെ വ്യക്തി താല്പര്യമായിട്ടുള്ള കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കുമോ ഈ ഡിഫൻസ് ഡീലുകൾ? രണ്ട് കാര്യം വരാം. ഒന്ന്, ഇപ്പം മുനീറിൻ്റെ അടുത്ത് നിന്ന് ഇന്ന സാധനം കൊണ്ടുപോകും, ഇത്ര കമ്മീഷൻ മേടിക്കും. പണ്ട് ഇന്ത്യ അങ്ങനെ ആയുധങ്ങൾ മേടിക്കുമായിരുന്നില്ല, കമ്മീഷൻ കൊണ്ടുപോക്കും. രണ്ടാമത് കടം മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ 2 കടയുണ്ട്, ഇപ്പുറത്തൊരു കട, ഒരു സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ സാധനം കിട്ടും, കടം കിട്ടത്തില്ല. അപ്പുറത്ത് വില കുറഞ്ഞ സാധനം കിട്ടും, അവിടെ കടം കിട്ടും. നിവൃത്തിയില്ലാത്തതിന് അപ്പുറത്ത് പോയി കടം മേടിക്കും. ഈ പാകിസ്ഥാൻ്റെ അവസ്ഥ ഇതാ, ചൈന കൊടുക്കുന്നത് തന്നെ. ചൈന കൊടുത്തതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ അകത്ത് ആയുധം കൊടുത്തിട്ട് ചൈന പൈസ അല്ല മേടിച്ചത്, അവിടുത്തെ സ്ഥലങ്ങൾ എഴുതി മേടിച്ചത്. മനസ്സിലായി, POK ഉൾപ്പെടെയുള്ള സ്ഥലം പണ്ട് റിയൽ എസ്റ്റേറ്റുകാരൻ പാട്ടത്തിന് കൊടുത്തു. ഇപ്പോൾ അമേരിക്ക ചെയ്യാൻ പോകുന്ന കാര്യം ഇതാ, അമേരിക്ക F-16 ആദ്യമേ ഫ്രീ ആയിട്ട് കൊടുത്തു. നമ്മൾ പറയത്തില്ല ഈ ഓഫർ ഉണ്ടെന്ന് പറയത്തില്ല, എന്തിനാണ് കൊടുത്തത്? മറ്റേ POK ബലൂചിസ്ഥാനിൽ കയറുന്നുണ്ട്, പിന്നെ അവിടെ ഖനനം നടത്താൻ പറഞ്ഞു. പല രീതിയിലുള്ള കാര്യത്തിനകത്തും അമേരിക്ക അവിടോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു കച്ചവടത്തിൻ്റെ തന്ത്രമായിട്ട് കൂടെ വരും. ആ രാജ്യത്തെ ഇപ്പോൾ യുക്രൈനകത്ത് ചെയ്ത പരിപാടി എന്ത്? യുക്രൈൻ്റെത് പറഞ്ഞത്, യുക്രൈൻ റഷ്യയുടെ കൂടെ നിന്നാൽ ശരിയാവത്തില്ല, ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഞങ്ങളുടെ കൂടെ നിന്നാൽ ഞങ്ങളെല്ലാം ഭയങ്കര സായിപ്പന്മാരില്ലേ, കോടീശ്വരന്മാരില്ലേ, കൂടെ നിന്നിട്ട് നാറ്റോയിൽ ചേർക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വലിച്ചതിനകത്തിട്ട് എന്തിനാ? അവൻ്റെ രാജ്യത്ത് ധാതുസമ്പത്ത് കണ്ടവനുണ്ടായിരുന്നു, എന്നിട്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നതിന് കാശ് വേണ്ടേ? കടം കൊടുത്തതിന് ശേഷം കടം തിരിച്ചു കൊടുക്കാൻ രേഖ വേണ്ടേ? രേഖ ഉണ്ടാക്കി, അത് ആ കനികളെല്ലാം കൂടെ യുക്രൈൻ എഴുതി മേടിച്ചു. ഇത് തന്നെ പാകിസ്ഥാനിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ അവർ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ തന്ത്രങ്ങൾ ആ രാജ്യത്തിനകത്ത് നിൽക്കുന്നവന്, രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട് ഇരിക്കുന്ന ആൾ തന്നെ ആ രാജ്യത്തെ കച്ചവടം ചെയ്തെന്നാൽ എളുപ്പമല്ലേ? ഇപ്പോൾ മുനീറാ ചെയ്യുന്നത്. മുനീറിൻ്റെ പെണ്ണും പിള്ളേരും ഒക്കെ ലണ്ടനില്ല. പല മുനീറന്മാരും അതിന് മുമ്പുള്ളവന്മാരും ഇത് തന്നെ, അവിടുത്തെ സൈനിക മേധാവികളുടെ എല്ലാം കുടുംബം അവിടെ. അപ്പോൾ രാജ്യത്തോട് കൂറില്ല. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ 2014 ശേഷം പൂർണ്ണമായിട്ടും രാജ്യത്തോട് കൂറുള്ള ഒരു പ്രധാനമന്ത്രി വന്നു, അയാളുടെ ടീമും അങ്ങനെ തന്നെയാണ്. അപ്പം അതാണ് ഇതിനകത്ത് സത്യം, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.